മാർക്ക് കൊടുക്കാനാണ് ഇവിടെ. രാവിലത്തെ കാര്യങ്ങൾ കുറച്ച് ഞാൻ റെക്കോർഡ് ചെയ്ത് പോയി. അപ്പോൾ അത് ഷർട്ടില്ല, ക്ഷമിക്കണം. അപ്പോൾ 11:45. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്സ്. അതിപ്പോൾ എടുത്തതാണ്, 10:30 എടുത്ത് 10:30 തന്നെ പോസ്റ്റ് ചെയ്തതാണ്. ആ ഗ്രോസറിയിലൊന്ന് പോയിട്ട് വന്നാലോ, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെങ്കിൽ മേടിച്ച് കഴിച്ചേക്കാം. ആരത്? ഓ ഭയങ്കര കാറ്റ്, ഇതൊക്കെ ഇളകി പോകുന്നു. നല്ല കാറ്റ് കേട്ടോ, ഭയങ്കര കാറ്റ്. ഇപ്പം ഞാൻ ഇട്ട് 1-2 ഷോർട്സിനിടയിൽ തന്നെ എന്തെങ്കിലും ഒരു വീഡിയോ ഇടടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വരുന്നു. പോയി കഴിച്ചിട്ട് വരാം. ചിലരൊക്കെ ചോദിക്കാറുണ്ട് അസ്റ്റർ ഹോസ്പിറ്റലിൻ്റെ അടുത്താണോ എന്ന്. അല്ല കേട്ടോ, ഈ കാണുന്നത് ആമിന ഹോസ്പിറ്റലാണ്. ഹലോ, സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഐ മീൻ എഴുന്നേറ്റു, ബട്ട് ക്യാമറ ഒക്കെ എടുത്ത് വെച്ച് ഒന്നുകൂടെ ഒന്ന് അഭിനയിച്ചതാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ ആണ്. അപ്പോൾ ഈ ഒരു സൺഡേ ഫുള്ള് എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ളത് ഒന്നെടുത്താലോ. ഇപ്പോൾ കണ്ണു തുറന്നതേ ഉള്ളൂ, ഞാൻ പോയി ഫ്രഷ് ആവട്ടെ. അപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ബായോ. മുടിയൊക്കെ കണ്ടോ, കംപ്ലീറ്റ് പൊഴിഞ്ഞു പോവാ മുടി കംപ്ലീറ്റ്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. എനിവേ ബാ. ഇനി പോയി ഫുഡ് കഴിക്കാം അല്ലേ. അരെ ഉണ്ണിക്കുട്ടാ, എന്താണ് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നത്? കാപ്പ് കുടിക്കാൻ പോകണ്ടേ? അപ്പോൾ ഞാൻ പോയിട്ട് വരാം, കാപ്പ് കുടിച്ചിട്ട് ഞാൻ പോയി കഴിച്ചിട്ടൊക്കെ വരാം. നിങ്ങളെല്ലാവരും കഴിച്ചു, കാപ്പി കുടിച്ചു? അയ്യോ, അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല, വീഡിയോ എപ്പോഴായിരിക്കും നിങ്ങൾ കാണുന്നതല്ലേ. അപ്പോൾ എന്തായാലും പ്രശ്നമില്ല, ഞാൻ പോയി കഴിച്ചിട്ട് വരാം. വാ. ഒരു പക്ഷേ ചിലപ്പോൾ ആർക്കെങ്കിലും തോന്നും ഞാനെന്താ ഷർട്ട് ഇടാതെയൊക്കെ വീഡിയോ. അത് ഈ രാവിലെ ഉണ്ടല്ലോ, അതായത് രാത്രി കിടക്കുമ്പോൾ ഞാനങ്ങനെ ഷർട്ട് ഇടാറില്ല, ഷർട്ട് മാത്രം. അതുകൊണ്ടാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, വേറെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമൊന്നുമില്ല. ഞാനത് അങ്ങനെ ഇടാറില്ല. പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് രാവിലെ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തതുമില്ല. ഇപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ കുറച്ച് ഞാൻ റെക്കോർഡ് ചെയ്ത് പോയി. അപ്പോൾ അത് ഈ ഷർട്ടില്ല, ക്ഷമിക്കണം. പിന്നെന്താ, ഇനി പോയി നമുക്ക് ഫുഡൊക്കെ കഴിക്കുക. അപ്പം ഞാൻ നേരെ എൻ്റെ മെസ്സിലേക്ക് പോകും. മെസ്സെന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലാണ് കേട്ടോ. ഇവിടെ ഒരു മുഴക്കം കാണുമല്ലേ. ഓക്കെ, ഒരു ഹോട്ടലാണ്. ഹോട്ടലിൽ നമുക്ക് മന്ത്ലി മെസ്സുണ്ട്, അതിൻ്റെ മന്ത്ലി പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ഇവിടെ മുടി മൊത്തം പൊഴിഞ്ഞു പോകുന്നതിലെ സങ്കടം ഇവിടുത്തെ വെള്ളത്തിൻ്റെയാണ് കേട്ടോ. എന്തോ എല്ലാവരുടെയും മുടി പൊഴിഞ്ഞു പോകുന്നുണ്ട്, കൂട്ടത്തിൽ എൻ്റെ. ഇപ്പം എന്താ ചെയ്യുക, ഒരു ലോഡ് പോകണം മിക്കവാറും. ഞാൻ ഒരു 1 ഇയറിനകത്ത് ഫുൾ മുട്ടയും കഷണ്ടിയൊക്കെ ആവും. നോക്കാം എന്താവും. അപ്പോൾ നമ്മൾ നേരെ താഴേക്ക് ഒന്നെത്തി, ഗ്രൗണ്ടെത്തി. എന്നാൽ പിന്നെ പോയി കഴിക്കാമല്ലേ. കുറേ നേരം ഞാൻ പറയുന്നത് കഴിക്കാമെന്നല്ലേ. എന്നാൽ ഇപ്പതാ നമ്മൾ പോയി കഴിച്ചിരിക്കും. അയ്യോ, അങ്ങനെ ഇതൊക്കെ കുത്തി ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ എന്തോ വിചാരിക്കും എന്നൊരിതൊക്കെ എനിക്കുണ്ട്. വിചാരിക്കുന്നങ്ങ് വിചാരിക്കട്ടെ അല്ലേ. അല്ല പിന്നെ ഞാൻ കഴിക്കുന്ന, അല്ലെങ്കിൽ കഴിക്കുന്ന എന്താ പറയുക, ഫുഡ് കഴിക്കാൻ പോകുന്നതേ
ഇതൊക്കെ കണ്ടില്ലേ? നിങ്ങൾ മിക്കവാറും വീഡിയോയിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ ആ കാണുന്ന ഹോട്ടലിലാണ് പോകുന്നത്. അവിടെയാണ് എനിക്ക് മെസ്സ്. ഈ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ കയറ്റിയിട്ടേക്കുന്നത് ഈ വെള്ളപ്പൊക്കം, ഇടയ്ക്ക് വെള്ളക്കെട്ടും മഴയും ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ ഇങ്ങനെ കയറ്റിയിടാനുള്ള പെർമിഷൻ ഇല്ല ആക്ച്വലി. അത് നടപ്പാതെയാണ് കണ്ടോ. അപ്പോൾ ഇവിടെയാണ് എന്നോട് മെസ്. വെയിറ്റിംഗ് ഫോർ ഫുഡ്. ഇന്ന് മുടക്കാം. ഇന്നെടുക്കാം. എന്തുമായിരിക്കും കഴിക്കാൻ? സപ്പ മസാല ശരി. നല്ല നെയ്യൊക്കെ പുരട്ടി ഉണ്ടാക്കിയ അടിപൊളി ദോശ. നല്ല ദോശ കേട്ടോ. നെയ്യൊക്കെ തേച്ചിട്ടുണ്ട്. ഇത് എന്താ നെയ്യ് തേച്ച് അറിയില്ല. ബട്ട് അടിപൊളി. കഴിഞ്ഞു, പോവാം. രാവിലത്തെ ഫുഡ് നമ്മൾ ഫിനിഷ് ചെയ്തു അല്ലേ? അപ്പം ഞായറാഴ്ച ഇങ്ങനെ പോകുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അയ്യോ ഞാൻ അവിടെ കുറച്ച് വെള്ളം കെട്ടി കിടക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെ പോയാലും മിനിമം ഒരു 2-3 ആഴ്ച, 3 കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ ഈ വെള്ളം താഴത്തില്ല കേട്ടോ. ഇവിടെ എവിടെ വെള്ളം കുറച്ച് കെട്ടിയാൽ പോലും ഇത് താന്നു പോകത്തില്ല. നമ്മുടെ നാട്ടിലെ പോലെ താന്നു പോകത്തില്ല, അല്ലെങ്കിൽ ഒഴുകി എങ്ങോട്ടും പോകത്തില്ല. ഒന്നിനുമുള്ള സൗകര്യമില്ല. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ കിടക്കത്തേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ആൾക്കാർ നടന്നു പോകാൻ പറ്റത്തില്ല, അത്ര ഇതിൽ വെള്ളമുണ്ട്. ഇത് കണ്ടില്ലേ? കണ്ടോ? ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇതുപോലെ പല സ്ഥലത്തും കിടപ്പുണ്ട്. ചിലയിടത്തു നിന്നൊക്കെ ഇവർ വണ്ടി കൊണ്ടുവന്ന് മോട്ടറിന് പമ്പ് ചെയ്ത് വെള്ളം എടുത്തുകൊണ്ടൊക്കെ പോകാറുണ്ട്. ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചാ ഇനി എന്താ? അപ്പോൾ ഞാൻ സൺഡേ ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് എടുക്കാമെന്ന് കരുതിയാണ് ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്ക് കേട്ടോ. നല്ല കാറ്റുണ്ട്, കൊള്ളാം. ആഹാ, നല്ല കാറ്റ് കേട്ടോ. എനിക്ക് ഈ ചെറിയൊരു കാറ്റൊക്കെ അടിക്കുമ്പോഴേ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അടിപൊളി. നല്ല ഒരു ചെറിയ തണുത്ത കാറ്റ്. നിങ്ങൾക്കത് വിന്നോയ്സ് കേൾക്കുന്നുണ്ടോ എന്തോ എനിക്കറിയത്തില്ല മൈക്കിൽ. ബട്ട് അടിപൊളി കാറ്റ് കേട്ടോ, നല്ല രസമുണ്ട്. ഓക്കെ, പോവാ റൂമിൽ. പോരാമോ നീ എൻ്റെ കൂടെ, നീ പോരാമോ? ആരുടെ കൂടെ എന്തിന്? ഓക്കെ, ലെറ്റ്സ് ഗോ ടു റൂമിൽ. അയ്യോ എൻ്റെ ക്യാമറ ജസ്റ്റ് അവിടെ കയറി തട്ടി. ഭയങ്കര സങ്കടമാണ് എനിക്ക്. ഇച്ചിരിയൊക്കെ തട്ടിക്കില്ല എൻ്റെ പൊന്നെ. അപ്പോൾ ചെറുതായിട്ടാണ് തട്ടെ. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവിടെ ആരും ഇല്ലായിരുന്നല്ലോ. എല്ലാവരും ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങാനോ എടുക്കാനോ ഒക്കെ പോയിട്ടാണ്. എനിക്ക് കുറേ ഡ്രസ്സ് എടുക്കണമെന്ന് കുറേ ദിവസമായിട്ട് കുറേ ആഗ്രഹം. പക്ഷെ ഞാൻ മടി കാരണം ഇങ്ങനെ ഇരിക്കുക. ഇന്ന് നോക്കട്ടെ, ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാം. ആഹാ, പെട്ടെന്ന് ഞാൻ ചെല്ലുമ്പോൾ നോക്കട്ടെ ആരെങ്കിലും ഉണ്ടോ. ആരുമില്ല. എനിക്ക് തോന്നുന്നു അവർക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നൊക്കെ എല്ലാം കൂടെ പോയതാണെന്ന് തോന്നുന്നു. ഇവിടെ എങ്ങും ആരുമില്ല. സ്ഥിരം എൻ്റെ വീഡിയോ എടുക്കുന്ന സ്ഥലമെത്തി ഞാൻ. ഓഹോ, എന്തൊരു വെയിൽ. ഇപ്പോൾ വെയിലാണ് കേട്ടോ. മഴയൊക്കെ മാറിയിട്ട് വെയിൽ തുടങ്ങി. ഇനി അങ്ങോട്ട് കൊടും ചൂട്. അപ്പോൾ ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും പോയിട്ട് നമുക്ക് കാണാം. അതാ വന്നിരിക്കുന്നു വിനോജ്. ഇന്നത്തെ ഫുൾ ഡേ വ്ളോഗ് ഞാൻ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. തിന്നുന്നു ഉറങ്ങൊക്കെ എല്ലാം ഉണ്ട്. ഞാൻ എണീക്കുമ്പോൾ തൊട്ടുള്ളുണ്ട്. യു കമ്മിങ്, യു പാർട്ടിസിപ്പേറ്റിങ്. അതെ ഉണ്ണിക്കുട്ടൻ. എല്ലാരും വന്നോ? ഉണ്ണിക്കുട്ടൻ പോയെന്ന് തോന്നുന്നു. ഇതിനകത്തായി. ഉണ്ണിക്കുട്ടാ
ബാത്റൂം തുറക്കാമെങ്കിൽ ഒരു വീഡിയോ എടുക്കായിരുന്നു. ബാത്റൂം തുറന്നാൽ വീഡിയോ എടുക്കായിരുന്നു. ഡോർ തുറന്നാൽ വീഡിയോ എടുക്കായിരുന്നു. തുറക്കുന്ന ഓക്കെ. സംഗതി വേറൊന്നുമല്ല. സംഭവം എന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് പ്രൊഡക്റ്റീവായിട്ടൊക്കെ ചെയ്യാമെന്നേ ഉള്ളൂ. കുറച്ച് പേര് എന്നോട് ഒരു പാട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ പാട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ എഡിറ്റിങ്. ഓക്കെ, എഡിറ്റിംഗ് മീൻസ് ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ അങ്ങേറ്റമൊക്കെ കട്ട് ചെയ്ത് കളയണമല്ലോ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെയൊക്കെ വീഡിയോസ് ഞാനിങ്ങനെ ഷോർട്ട് വീഡിയോസൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഒറ്റ ഡ്രസ്സൊക്കെ ആയിരിക്കും, മേ ബി പറ്റുമെങ്കിൽ ഞാൻ വേറെ ഇടാം. അപ്പോൾ അങ്ങനെയൊക്കെ കൂടെ ഇതിനകത്ത് ഈ ഒരു സമയം ഇന്നത്തെ സൺഡേ ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് എന്താ പറയുക മാക്സിമം നമ്മൾ ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യാം എന്ന് കരുതി. എല്ലാം യൂട്യൂബിന് എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം. എന്താണെന്നറിയോ, ഞാനുണ്ടല്ലോ കുറേ നേരമായി ഇവിടെ നിൽക്കുന്നു. 1-2 റീല്. ഒന്ന് എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞു. ഒരു രസമില്ല ഞാൻ പാടിയിട്ട്, സത്യം പറഞ്ഞാൽ. എന്നാലും ഞാനതൊന്ന് എടുത്തിട്ടിട്ടുണ്ട്. തെറിവിളി കേൾക്കേണ്ടി വരുമായിരിക്കും ആരുടെയും കയ്യിൽ നിന്ന്. പോട്ടെ, കേട്ടേക്കാം എന്ന് എഴുതിയിട്ടൊന്ന് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ പാട്ടൊന്നും ആരും പാടാൻ പറയില്ല. എത്ര രസം, എനിക്ക് തന്നെ ഭയങ്കര മോശമായിട്ട് തോന്നുന്നു. പിന്നെന്താ വെച്ചാൽ അടുത്തത് 1-2 പേര് എന്നോട് പ്രത്യേകം എടുത്ത് പറഞ്ഞേ. അവർ ജസ്റ്റ് ഞാനത് പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണേ. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാന്നേ. ഓക്കെ, കിട്ടി. അതിൽ എഴുതിയിരിക്കുന്ന പേര് രതി റെജി, അങ്ങനെ എഴുതിയിരിക്കുന്നത് രതി റെജി. അപ്പോൾ ഇതല്ല, 3-4 പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു അബദ്ധം പറ്റി, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് മിസ്സായല്ല. ഞാൻ ഈ ഒരുപാടാകുമ്പോഴത്തേക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിലങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. ഇപ്പോൾ ഇത് ആരൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എന്നോട് ആ പറഞ്ഞിട്ടുള്ള എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങോട്ട് കരുതുക. കാരണം കിട്ടുന്നില്ല പേര്. അപ്പോൾ ഇതൊരെണ്ണം ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതെന്തായാലും ഡിലീറ്റ് ആയില്ലായിരുന്നു. ഇതിന് മുന്നത്തെ ഡേറ്റിലൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്, ഡിലീറ്റ് ആയിപ്പോയത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പേര് ജസ്റ്റ് ഒന്ന് പറയുകയാണേ. രതി റെജി എന്ന് പറയുന്ന ആളാണോ പെണ്ണാണോ എന്നെനിക്കറിയില്ല. ആരായാലും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ എൻ്റെ പേര് പറയണമെന്ന് 2 ദിവസമായി നോക്കിയിരിക്കുകയായിരുന്നു. ഹാപ്പി ആണല്ലോ, അത് മതി. പാവം. അങ്ങനെയല്ല, 2 ദിവസമായിട്ട് അവർ വീഡിയോ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ പേരൊന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നു, പറ്റിയില്ല. ഓക്കെ, ഈ വീഡിയോയിൽ അത് പറയുകയാണ്. അപ്പോൾ രതി റെജി എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. പിന്നെ വേറെ ആരൊക്കെയോ ഉണ്ടായിരുന്നേ. ഞാൻ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ബാലൻസ് പഴയ ഡേറ്റിൽ എടുത്ത് വെച്ചിരുന്ന എല്ലാം ഈ സെലക്റ്റോൾ കൊടുത്ത് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യും ഡേറ്റ് വൈസിൽ. അങ്ങനെ പോയത്, അത് ഓർത്തില്ല, ക്ഷമിച്ചോളാം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഒത്തിരി സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ നിന്നിട്ട് കുറേ അധികം എന്താ പറയുക ഷോർട്സൊക്കെ എടുത്ത് വെക്കണമെന്നാണ് വിചാരിച്ച് ഞാൻ നിന്നത്. പറ്റണില്ല. ഒന്ന് ജസ്റ്റ് ഇച്ചിരി നേരം പോയി കിടന്നിട്ടൊക്കെ വരാം. അവിടെയൊക്കെ പോയിരുന്ന് കൊതിയൊന്നനെയൊക്കെ പറഞ്ഞിട്ട് വരാം. ഇപ്പോൾ 11:45. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്സ്. അതിപ്പോൾ എടുത്തതാണ്, 10:30 എടുത്ത് 10:30 തന്നെ പോസ്റ്റ് ചെയ്തതാണ്. എടുത്ത് അതേപോലെ അങ്ങോട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടേ, ഒന്നും ചെയ്തില്ല. ഓക്കെ, എനിവേ അപ്പോൾ ഞാൻ പാട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കട്ടെ, ഇന്ന് പോസ്റ്റ് ചെയ്യാം. ഇന്ന് എനിക്കത് തീരെ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, എന്നാലും പോസ്റ്റ് ചെയ്തേക്കാം. നിങ്ങൾ പറഞ്ഞതാണല്ലോ. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ ഏറ്റവും താഴെയുള്ള സ്ഥലമാണിത്. ചുമ്മാ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒന്ന് കുറച്ചൊന്ന് ഇരിക്കാൻ തോന്നി. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ പറയാമെന്നും കരുതി. സംഭവമേ, ഞാനുണ്ടല്ലോ, എന്നോട് കുറച്ച് പേര് പറഞ്ഞിരുന്നു ഒരു പാട്ട് എനിക്കിഷ്ടമാണെന്ന് ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞ ആ പാട്ട് ജസ്റ്റ് ഒന്ന് പാടി നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പാടി നോക്കി. പക്ഷെ ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടാണ് പാടി നോക്കിയത്. അതായത് ചെറിയ വോളിയത്തിൽ പാട്ട് പ്ലേ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഞാൻ പാടി നോക്കിയതാണ്. അപ്പോൾ ഉണ്ട് യൂട്യൂബ് കയറി കംപ്ലീറ്റ് അങ്ങ് ബ്ലോക്ക് ചെയ്തു, കോപ്പിറൈറ്റ് അടിച്ചു. അത് കാരണം അത് ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്ത് ആ പാട്ട് ഒഴിവാക്കി വീണ്ടും ഒന്നുകൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതായിട്ടാണ്, ഷോർട്സായിട്ടാണ് ഇട്ടേക്കുന്നത്. ചെറിയൊരു 4 വരി. അത് എന്നോടിങ്ങനെ 1-2 പേര് പറഞ്ഞതുകൊണ്ടും പിന്നെ അപ്പോഴെനിക്കൊരു എന്തോ ഒരു ഉള്ളിൽ ഒന്ന് പാടി നോക്കിയാലോ എന്നൊരു തോന്നൽ, അങ്ങനെ പാടിയതാണ്. അത്ര വലിയ രസമൊന്നും കാണത്തില്ല എന്തായാലും, അതെനിക്കറിയാം. എന്നാലും ഒരു സന്തോഷം അല്ലേ എന്തെങ്കിലും ഉണ്ട്. എൻ്റെ പൊന്നട ഈ മൂക്കുരു വന്നത് കണ്ടോ, 1, 2 രണ്ടും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഞാൻ ചൂട്ട് മാന്തി അതിനെ പരുവാക്കി.
ഓക്കെ, നമുക്ക് താഴെ ഗ്രോസറിയിലൊന്ന് പോയിട്ട് വന്നാലോ? എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെങ്കിൽ മേടിച്ച് കഴിച്ചേക്കാം. ആരാത്? മുകളിലുള്ള ആരുവാ? എനിവേ, ഗ്രോസറി വരെ ഒന്ന് പോയിട്ട് വരാം. വരുന്നോ? വാ. നെഞ്ചിൽ നെഞ്ചിൽ ഇതോ ഇതോ കാതൽ കാതൽ വെയിൽ തുടങ്ങിയല്ലോ. ഓയ്യ, സമയം എത്രയായി? 1 മണിയായി. ഫുഡ് കഴിക്കാൻ സമയമായി. ഫുഡ് കഴിച്ചാൽ പോരെ? കഴിക്കാൻ പാകത്തിനൊന്നും കാണുന്നില്ല. ഇതെന്തോ സാധനം? സ്ട്രോബെറി. ഇതും സ്ട്രോബെറിയാണ്. ഇതൊരെണ്ണം എടുത്തടിച്ചാലോ? ഒരു രസമല്ലേ? കേട്ടോ കാട്ടെ. അപ്പോൾ 5 dirham before I want to give you 5 dirham. 7. Okay. ഞാൻ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയതാ. അപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ വിചാരിച്ച് എന്നാ അതൊരെണ്ണം കുടിച്ചേക്കാം. വേണോ? നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് കാണുന്ന ടാങ്ക് കേട്ടോ. താഴെ ഇരിക്കുന്ന ടാങ്ക് ഇതാ ഇരിക്കുന്ന. എടാ, ഞാൻ ഈ സൈഡിലോട്ട് വന്നിട്ടേ ഇല്ല. ഇങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ? ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ടാങ്ക് വെച്ചേക്കുന്ന അപ്പുറത്ത് പള്ളിയുടെ സൈഡാണ് കേട്ടോ. അതേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് ഇവനെ അങ്ങോട്ട് പൊട്ടിച്ച് കുടിച്ചാലോ? ഇത് കയ്യിൽ പിടിക്കാൻ സ്ഥലമില്ലല്ലോ. കൊള്ളാം, കുഴപ്പമില്ല. എൻ്റെ അമ്മച്ചി, 1 മണിയായി കേട്ടോ. നല്ല കാറ്റ്. അപ്പോൾ ഇപ്പോൾ 1 മണിയായി. ഞാനിനിയിപ്പോൾ ഒരു പൊടി പറന്ന്. അയ്യോ, ഭയങ്കര പൊടി. ഇതൊക്കെ ഇളകി പോകുന്നു. നല്ല കാറ്റ് കേട്ടോ. ഭയങ്കര കാറ്റ്. അപ്പോൾ ഒരു മണിയായി. ഇനിയിപ്പോൾ 1 മണിക്കൂറുകൂടെ കഴിയുമ്പോൾ ഞാൻ പോയി ഫുഡ് കഴിക്കും. അങ്ങനെ സമയം എത്രയായി? 1:56. ഇനി പോയി ഭക്ഷണം കഴിച്ചാലോ? ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും കേട്ടോ. നമ്മൾ പെട്ട വീഡിയോ കമൻസൊക്കെ. എന്നിട്ട് ഇങ്ങനെ റിപ്ലൈ അയക്കും. കണ്ടോ? ഞാൻ പോയി കഴിച്ചിട്ട് വരാം. ഓക്കെ, അതിനുശേഷം ഫോൺ എടുക്കുക, എന്നിട്ട് എഴുന്നേറ്റ് പോവാ. വാ. ഓക്കെ അല്ലേ? എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാൻ പോകല്ലേ? താഴെ നോക്ക്, എന്തോ വെയിൽ. ഒരൊറ്റ ദിവസം ഇന്നലെ മെനഞ്ഞാന്നൊക്കെ കൂട്ടും മഴ പെയ്ത സ്ഥലമാണ്. എന്തോ വെയിലും നോക്കിപ്പം. പോയി കഴിച്ചിട്ട് വരാം. വിശക്കുന്നു. എന്നാൽ പിന്നെ നേരെ പോയി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ഞാൻ വിചാരിക്കുന്നു ഈ വ്ളോഗ് അധികം നീട്ടണ്ട. അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ സംഭവം വലിയ കാര്യമായിട്ടൊന്നും കാണത്തില്ല. അതല്ലെങ്കിൽ കാരണം ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ 1-2 ഷോർട്സിനിടയിൽ തന്നെ എന്തെങ്കിലും ഒരു വീഡിയോ ഇടടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇന്നിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് അതോടുകൂടി നമുക്ക് ഈ ഒരു വ്ളോഗ് അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്തേക്കാം എന്നിങ്ങനെ മനസ്സിൽ കരുതുന്നു. അത് എങ്ങനെയുണ്ട് ഐഡിയ? അപ്പോൾ അങ്ങനെ ചെയ്യാം. പോയി കഴിക്കാം അല്ലേ? വാ. സംഭവം ഇന്നിപ്പോൾ രാവിലെ കഴിക്കാൻ പോകുന്നതും കണ്ടു, ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നു. ഇതൊക്കെ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ പൊടിയോ മണ്ണും പൊടിയെല്ലാം വരുന്നു. പൊടി
ആ ഇത് ഞാൻ വീഡിയോ പോലെ ആക്കി തരാം. ഇതെല്ലാം എനിക്കിത് ഇതേ ക്ലാരിറ്റി ഇല്ല, അതായത് ക്ലാരിറ്റി കൂടാണ്ട് അയച്ചാൽ അത്രയും നന്നായിട്ട് ചെയ്തത്. ക്ലാരിറ്റി ഇപ്പം ഇത് ഇത് ഇമേജായിട്ടാണോ കിടക്കുന്നത്? ഇമേജായിട്ടാ, കുഴപ്പമില്ല. ഇതെനിക്ക് എൻ്റെ നമ്പറില്ലേ ഈ തടയിൽ, അപ്പോൾ ഒന്ന് ഫോർവേഡ് ചെയ്താൽ വൈകുന്നേരം മുമ്പ് സെറ്റാക്കി തരാം. ഓക്കെ ശരി. എൻ്റെ നമ്പർ ഞാനൊന്ന് നോക്കട്ടെ. ആരും നമ്പർ ചോദിക്കാത്തതുകൊണ്ട് എനിക്കത് ഓർമ്മയില്ല. ആർക്ക് കൊടുക്കാനാണ് ഇവിടെ? 347 9980 അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ റൂമിൽ പോയിട്ട് അത് എഡിറ്റ് ചെയ്തൊരു ഇല്ല ഉറങ്ങില്ല, ഒരു 2 മണിക്കൂറിനകത്ത് സെറ്റാക്കി തരാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സൈഡിലായിരിക്കും അല്ലേ, കൊള്ളാലോ. ഇങ്ങനെ വെച്ചാൽ സെൻറ്റർ, ഡബിൾ അടിച്ചാൽ ഇങ്ങനെയാവും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം അറിയാതെയായിരുന്നല്ലോ ശിവനെ ഞാനിത് കൊണ്ടു തരുന്നത്. ഫുഡ് കഴിച്ചിട്ട് കാണാം. ഫുഡ് വീഡിയോ എടുത്തേക്കല്ലയോ? പൈസ ഉണ്ട്. പായസം കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളി പായസമായിരുന്നു. വാ ഓക്കെ. എന്നോട് നമ്മളെ വീഡിയോ കാണുമ്പോഴേ ചിലരൊക്കെ ചോദിക്കാറുണ്ട് അസ്റ്റർ ഹോസ്പിറ്റലിൻ്റെ അടുത്താണോന്ന്. അല്ല കേട്ടോ, ഈ കാണുന്നത് ആമിന ഹോസ്പിറ്റലാണ്. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇത് കണ്ടിട്ടാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ ഒരു കളർ, ഈ സെയിം കളറാണെന്ന് തോന്നുന്നു ആസ്റ്റർ ഹോസ്പിറ്റലിനും. പക്ഷേ ആസ്റ്റർ ഹോസ്പിറ്റലല്ല, ഇത് ആമിന ഹോസ്പിറ്റൽ. എനിക്കിത് കറക്റ്റ് എവിടെ എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. ഇതാണ് സ്ഥലം. എന്തായാലും ഇതാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം, ആ ഒരു ലൊക്കേഷനും എന്ന് പറയുന്നത്. ആരൊക്കെ ചോദിക്കുന്നുണ്ട്, എനിക്കിത് കറക്റ്റ് എങ്ങനെ ഇവിടത്തേക്ക് പേരൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് കാണിച്ചതാണ്. അപ്പോൾ ആമിന ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ പേര്. അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ പള്ളിയുണ്ട്, ഇതാ എൻ്റെ ബാക്കിൽ കാണുന്ന പള്ളി. പിന്നെന്താ പറയണ്ടേ ഇവിടെ ഇപ്പോൾ ആമിന ഹോസ്പിറ്റൽ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി റൈറ്റ് പോയി കുറച്ച് പോയി കഴിഞ്ഞാൽ ലുലു മോളാവും. ഇതൊക്കെ തന്നെ. അപ്പോൾ ഈ ഒരു സ്ഥലമാണ്. നമുക്ക് റൂമിലോട്ട് പോവാം. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ ഒരുപാട് വലിച്ചഴക്കുന്നില്ല. നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചുകൊണ്ട് എന്താ പറയുക, ഇത് ഞാൻ ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എടുത്തു നോക്കട്ടെ, ഇതിൽ എന്തൊക്കെ കട്ട് ചെയ്ത് മാറ്റാനുണ്ടോ എന്തോ അറിയില്ല. കാരണം ഈ നമ്മൾ ചിലപ്പോൾ സംസാരിക്കാതിരിക്കുന്ന സമയമൊക്കെ ഞാൻ ഈ റെക്കോർഡ് ചിലപ്പോൾ ഓഫ് ചെയ്യാൻ മറന്നു പോയിട്ട് അങ്ങനെയൊക്കെ ലെങ്ത് കൂടി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നോക്കിയത് കട്ട് ചെയ്ത് ഒഴിവാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും എല്ലാം ഒന്ന് ചെയ്ത് കഴിയാൻ. എന്നാലും ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നാളത്തേക്കുള്ള കാര്യങ്ങളും നമുക്ക് ഇന്നോ അല്ലെങ്കിൽ നാളെയോ രാവിലെയൊക്കെ ആയിട്ട് എന്താ വെച്ചാൽ ചെയ്യാം, പറ്റുന്ന പോലെ. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് എന്തായാലും കണ്ടുമുട്ടാൻ ഉള്ള ഒരു മാർഗം ഞാൻ ചെയ്യാം എന്ന് കരുതുന്നു. എന്നും എല്ലാവരുമായിട്ടും മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ, നിങ്ങളെല്ലാവരുമായിട്ടും കേട്ടോ. നിങ്ങളുടെയൊക്കെ കമൻസ് വരുന്നത് അത് ഞാൻ എല്ലാ കമൻറ്റും ഇരുന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ആരുടെയും വായിക്കുന്നില്ല എന്നൊരിത് വേണ്ട, ആർക്കും റിപ്ലൈ തരാതിരിക്കാൻ ഇരുന്നില്ല. എൻ്റെ കൈ എങ്ങനെയും ഏതെങ്കിലും 1-2 ഒക്കെ മിസ്സാവുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും മൊത്തം ഓൾമോസ്റ്റ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കാറുണ്ട്. എനിക്ക് എന്താ പറയുക,
ഇഷ്ടമാണ് കമൻസൊക്കെ വായിച്ച് അതിന് റിപ്ലൈ ചെയ്യുന്നത്. കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ, അത് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. സീ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.